അവർ എല്ലാ സമരമാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഞാനതിനെയൊക്കെ വളരെ പക്വതയോടും വളരെ മിതത്വത്തോടും കൂടിയാണ്. അതൊന്നും ഒരു അഭിമാന പ്രശ്നമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഈ ബഹിഷ്കരണത്തിലും തടയലിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ടെൻഷൻ ഇതിനിടയിൽ അവർക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പ്രത്യേകം വിളിച്ച് പറയും, അവരെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയും, എനിക്കൊരു പ്രശ്നവുമില്ല, അല്പസമയം വഴി തടഞ്ഞാലും ഒക്കെ കൊള്ളാം, പക്ഷേ ബലപ്രയോഗം അത്ര ഒഴിവാക്കണം ഉള്ളത്. അങ്ങനെ പിന്നെ എല്ലാം ആ രീതിയിൽ തന്നെയാണ്. കാര്യമായ ഇത്ര വലിയ സംഘർഷം ഞാൻ അവിടെ പോലും പോലീസ് ഒരു ലാത്തി ചാർജ് ചെയ്തില്ല. കാരണം ഞാൻ ഈ കണ്ണൂരിലേക്ക് പോകുമ്പം അവിടെ ഇവർ എന്നെനിക്കറിയാം. ഞാൻ തലശ്ശേരിയിൽ നിന്ന് കാറിൽ പോകുമ്പോഴും ഞാൻ ADGPയെ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വേറൊന്നും നിൽക്കേണ്ട, എന്നെ ഏതെങ്കിലും വഴിമാറ്റി പോകണമെങ്കിൽ വഴിമാറ്റി പോകണം, പിന്നെ എവിടെയെങ്കിലും തടഞ്ഞെങ്കിൽ അവിടെ 5 മിനിറ്റ് കിടക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല, ഒരു ആക്ഷൻ ഉണ്ടാകരുത് എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഈ കല്ലെറിഞ്ഞിട്ട് പോലും ആവശ്യത്തിന് പോലീസുകാരുണ്ടായിരുന്നു, എന്നിട്ട് പോലും അവിടെ ഒരു പിന്നെ പോലീസ് ആക്ഷൻ ഉണ്ടായില്ല. ഒരാൾക്ക് പോലും ഒരു പരിക്ക് പറ്റുന്ന സ്റ്റേജ് ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് പരിക്ക് പറ്റി, പക്ഷേ 1000-ഓളം പോലീസുകാർ ഉണ്ടായിരുന്നിട്ടും ഒന്നും ഉണ്ടായില്ല. കാരണം അപ്പോൾ അതിനെയൊക്കെ ഞാൻ ആ രീതിയിലാണ് ശ്രമിച്ചത്. ഞാൻ ഇവരുടെ ഈ ബഹിഷ്കരണവും ഇവരുടെ ഈ വഴിതടയലുമൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാനതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഞാനതിനെ നെഗറ്റീവായിട്ടെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യണം, വഴിവൊരുക്കണം, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കണം എന്നുള്ളതല്ല. ഞാൻ എന്തു ആയിക്കോട്ടെ, വേറെ പോലീസ് ആക്ഷൻ ഉണ്ടാകരുത്. എന്നിട്ട് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഞാൻ ശ്രമിച്ചത്. അതാണ് ജനസമ്പർക്ക പരിപാടിയിലൊക്കെയൊക്കെ ഞാൻ ജനങ്ങളുമായിട്ട് എത്രമാത്രം നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും അതിന് ഞാൻ ശ്രമിച്ചു. അതിൽ എനിക്ക് ഈ 5 വർഷം എനിക്ക് ഏറ്റവും വലിയ സംതൃപ്തി, എനിക്ക് ഇവർ ഉയർത്തിയ വെല്ലുവിളിയാണ് ഞാനൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഞാനതിനെ നെഗറ്റീവായിട്ട് പിന്നെ പോലീസിനെ ഉപയോഗിച്ചല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് ഇതാക്കാനല്ല, മറിച്ച് എനിക്ക് കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി കൂടുതൽ വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തെത്താനാണ് ഞാൻ ശ്രമിച്ചത്. അതിൽ എനിക്ക് നല്ല വിജയമുണ്ടായി. അതിലെ ഒരനുഭവമാണ് ഈ പറഞ്ഞത്, ക്ലിഫ് ഹൗസിലെ ഉപരോധ സമയത്ത് ഒരു വീട്ടമ്മ പ്രകടിപ്പിച്ച വികാരം. വികസനവും കരുതലും, ഇതാണ് ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ്. അക്ഷരാർത്ഥത്തിൽ അത് പ്രായോഗിക തലത്തിൽ ആക്കിയത് ഭരണ സ്ഥിരത പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാലാവധി പൂർത്തിയാക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ വികസന രംഗത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അർഹിക്കുന്നവരെ സഹായിക്കുന്ന വളരെയേറെ പരിപാടികൾ കൊണ്ടുവന്നു. ഇത് രണ്ടും വളരെയേറെ സംതൃപ്തി ഉളവാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ 5 കൊല്ലത്തെ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ, ഈ വൻകിട പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള കരുതൽ പരിപാടികളുടെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചിന്ത, കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല, അയൽ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരിക, വളരെയേറെ പുരോഗതി വരിക. പക്ഷെ അന്നേരവും നമ്മുടെ നാട്ടിലൊന്നുമില്ല, ഇല്ലയെന്ന് മാത്രമല്ല നമുക്കിത് സാധിക്കില്ല എന്ന ഒരു ചിന്തയാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ചിന്ത കഴിഞ്ഞ് 5 വർഷക്കാലം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഒരു പുതിയ ആത്മവിശ്വാസം കേരളത്തിനുണ്ടായി. നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കും, എന്തും നടക്കും. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക്
എവിടം വരെയും പോകാം, നമുക്ക് വിജയിക്കാം. ഈ ഒരു ആത്മവിശ്വാസമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിന് നേടിയെടുക്കാൻ സാധിച്ച ഏറ്റവും വലിയ വിജയം, നേട്ടം എന്ന് ഞാൻ കരുതുന്നു. അങ്ങ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിസന്ധികൾ സാധാരണക്കാരിലേക്ക് ഒരു കാര്യം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആക്രമണങ്ങൾ പലപ്പോഴും വ്യക്തിഹത്യ വരെ ഉണ്ടായി. കാരണം ആരും ചെയ്യാൻ പാടില്ലാത്ത, ആരും അങ്ങനെ ഒരു മേഖലയിലേക്ക് കടക്കാൻ പാടില്ല, കാരണം ആ ഒരു രീതിയിലേക്ക് വരെ അങ്ങേക്കെതിരെ ആളുകൾ തിരിഞ്ഞു. ആ നിമിഷങ്ങളിലൊക്കെ, ആ വേദന തോന്നിയ നിമിഷം, അത് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി സാധിച്ചു? എനിക്ക് ഈ 5 വർഷക്കാലം വളരെയേറെ പ്രതിസന്ധികൾ, വ്യക്തിപരമായ കടന്നാക്രമണം, ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോലുമില്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി. കായികമായിട്ട് പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധം എന്നെ വഴിതടയും, എന്നെ പരിപാടി പങ്കെടുപ്പിക്കത്തില്ല, സെക്രട്ടേറിയറ്റ് കയറ്റില്ല, ക്ലിഫ് ഹൗസ് വളയുക, അതിലൊക്കെ ഒടുവിൽ എന്നെ കല്ലെറിഞ്ഞു വീഴ്ത്തി. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെയേറെ ഉണ്ടായി. പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിലും വളരെ ഒരു മിതത്വമാണ് ഞാൻ പാലിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ചെയ്യാനുള്ള കടമകൾ നിറവേറ്റുക, അതിനകത്ത് ഒരു ചെറിയ പാളിച്ച വന്നാൽ ഞാൻ വളരെ തളരും, മാനസികമായി പതറും. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ്, ഒരാളോടുള്ള ഒരു സംസാരത്തിൽ ഒരു വാക്ക് പിഴച്ചാൽ അതൊക്കെ എന്നെ വളരെയധികം അലട്ടും. പക്ഷേ ഇതുപോലുള്ള അതിരൂക്ഷമായ കടന്നാക്രമണങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് കൂട്ട്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അനുഭവം അതാണ്, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു മനസാക്ഷിയുടെ ശക്തിയാണ് എനിക്ക് ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ എനിക്ക് കരുത്ത് നൽകിയിട്ടുള്ളത്. ഒരു മുന്നണിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്നോടൊരിക്കൽ പറയുകയുണ്ടായി, അങ്ങയുടെ നേതൃത്വത്തിലുള്ള ജനസമ്പർക്ക പരിപാടി എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അദ്ദേഹം അവിടെ ഒരു കിടക്കയിലായിരിക്കുന്ന ഒരു രോഗി, സാമ്പത്തികമായിട്ട് യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ കൂടെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഈ രോഗിയെ എത്തിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം CM-ൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് അവരെ യാത്രയാക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആ പറഞ്ഞത് എന്തുകൊണ്ടാണ്? താങ്കളൊരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പലപ്പോഴും പാർട്ടിയുടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ചെളിവാരി തേക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജെയിംസ്, സത്യം എന്തായാലും പറയാതിരിക്കാനാകില്ലല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ ചെളിവാരി തേക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഉള്ളിലും എന്താണ് അങ്ങ് ചെയ്യുന്നതെന്ന് അവർ അറിഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്? അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അറിയുന്നവർ നിശ്ചയമായും അതിനകത്തെ ആത്മാർത്ഥത മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്.